ഹായ് ഫ്രണ്ട്സ്, നമ്മളിവിടെ ചേമ്പിൻ്റെ താള് വെച്ചിട്ട് തോരൻ തയ്യാറാക്കുകയാണ്. അപ്പോൾ രണ്ട് ചേമ്പാണ് ചേമ്പിൻ്റെ താളാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ 2 ചേമ്പിൻ്റെ താള് നല്ല വൃത്തിയായിട്ട് അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കുഞ്ഞായിട്ട് അരിഞ്ഞ് അത് കഴുകി നമ്മൾ ഒരു ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് നമുക്ക് പരിപ്പോ ഇനിയില്ലെങ്കിൽ പയറോ അതെന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ അതിലേക്ക് ചെറുപയർ മുളപ്പിച്ചതാണ് ഇടുന്നത്. ഇനി ഞാനൊരു ചെറിയ കഷ്ണം പുളി ഇടുന്നുണ്ട്. ചിലർക്ക് തൊണ്ടയിൽ ചില ചൊറിച്ചിലുണ്ടാകാം ഈ ചേമ്പും താൾ കഴിക്കുമ്പോൾ. അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഈ പുളി ഒരു ചെറിയ കഷ്ണം ഇടുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് മാറ്റും. അപ്പോൾ ഞാനിതിലേക്ക് ചെറുപയർ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചേമ്പിൻ താൾ മാത്രമായാലും നമുക്ക് തോരൻ വയ്ക്കാം. ഇതൊന്ന് ഇളക്കി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേഗത്തെ അതിന് വരണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി ഇതിൽ നമുക്ക് തേങ്ങ ഒതുക്കി ചേർക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ അപ്പോൾ ഞാൻ പറഞ്ഞു ചെറുപയർ മുളപ്പിച്ചത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇതൊന്ന് ചെറുതായി വാടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെറുപയർ മുളപ്പിച്ചതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മൂടി വെച്ചു. ഇനി നമുക്ക് തേങ്ങ ഒതുക്കാനായിട്ടുള്ള തേങ്ങ എടുത്തു. അരമുറി തേങ്ങ എടുത്തു. അരമുറി വേണ്ട, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ള തേങ്ങ എടുത്തു. കുറച്ച് നല്ല ജീരകം എടുത്തു. കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, 4-5 ചെറിയ ഉള്ളി, വേപ്പില. ഇത് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി, ഒന്ന് ഒതുങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ അങ്ങനെ ഒതുക്കിയെടുത്തു. ഇത് നമുക്ക് മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. ഇതിൽ നമ്മൾ ഓൾറെഡി അതിനകത്ത് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തോരത്തിൽ ഒരുവിധം വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ ഒതുക്കി വെച്ച് കൊണ്ടുവന്ന തേങ്ങ നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങ ഒതുക്കുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ടാണ് 2 പച്ചമുളക് മാത്രമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് പച്ചമുളക് ചേർക്കാം. ഇത് ജസ്റ്റ് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് വെന്ത് ആ വെള്ളം ഒന്ന് പറ്റുന്നത് വരെ നമ്മളൊന്ന് മൂടി വെച്ചത് വേവിക്കാം. അപ്പോൾ ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ള വറയിടാനുള്ള ചട്ടി മറ്റൊരു പാനിൽ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, അതിനകത്തിട്ട് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കുക. കുറച്ച് ഉഴുന്ന് കൂടി ഇടണമെങ്കിൽ കുറച്ച് ഉഴുന്നിടാം. ഞാനിവിടെ ഉഴുന്നിടുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്നു. നമ്മളപ്പം ഓൾറെഡി നമ്മൾ പരിപ്പോ പയറോ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഉഴുന്നിടേണ്ട ആവശ്യമില്ല. കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക, പിന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ വറ മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ തോരൻ അവിടെ വെള്ളം വറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ വെള്ളം വെച്ച് വേവിച്ചല്ല, താളിനകത്ത് ഓൾറെഡി വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളമാണ് ഇറങ്ങിയത്. അപ്പോൾ ഈ വെള്ളം ഒന്ന് നന്നായിട്ട് പറ്റി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്ത് മേളിലോട്ടൊന്ന് ആ വറ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഇളക്കി നമുക്ക് കൂട്ടാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.